അപ്പോൾ ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ആനിമേവർ. മൈൻക്രാഫ്റ്റ് സീരീസിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. എൻ്റെ സിൽക്ക് ടച്ച് പോയി. അത് തന്നെ, എൻ്റെ സിൽക്ക് ടച്ച് ഉള്ള പിക്കാക്സ് ഞാൻ ചെറുതായിട്ടൊന്ന് അതും ഈ ഫോർച്യൂൺ 3 അറിയാതൊന്ന് കമ്പൈൻ ചെയ്തു പോയി. അത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോർച്യൂൺ 3 അൺബ്രേക്കിംഗ് ഇല്ലായിരുന്നു തോന്നുന്നു. ഞാൻ അത് ആഡ് ചെയ്യാൻ വേണ്ടി ആ ബുക്ക് ആഡ് ചെയ്തേ, പക്ഷെ എല്ലാം പോയി. കുഴപ്പമില്ല, ഞാൻ എഫിഷ്യൻസി 5 ബുക്കെല്ലാം ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് എമറാൾഡ് കൊടുത്തിട്ട്. പക്ഷേ ഇതൊന്ന് ചെയ്യാൻ XP വേണം, മനസ്സിലായേ? അതുകൊണ്ട് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഓട്ടോമാറ്റിക് ഫിഷ് ഫാം ഉണ്ടാക്കണം എന്നുണ്ട്. AFK നിന്ന് എൻ്റെ XP കിട്ടും, അതിനകത്തുനിന്ന് ആ ബുക്കും കിട്ടും. ഞാൻ പറഞ്ഞുതരാം സംഭവം. ഇത് രണ്ടും എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പിക്കാക്സിങ് ഞാൻ ഇവിടെ ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മൈനിങ്ങിന് പോയപ്പം കുറച്ച് ഡയമണ്ട് കിട്ടില്ല. മെൻറ്റിങ് അതിലോട്ട് ആഡ് ചെയ്ത് വെച്ചാൽ ഓക്കെ, ഞാൻ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതിന് ഇനി XP കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ആ ഒരു ഓട്ടോമാറ്റിക് ഫിഷ് ഫാം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉള്ള കുറേ XP കിട്ടും, കുറേ ലൂട്ടും കിട്ടും, XP കിട്ടും. നമുക്ക് ആ ഒരു നെയിം ടാഗൊക്കെ കുറേ കിട്ടും. ഞാനപ്പോൾ അതിനുള്ള കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ അതെല്ലാം ഗ്യാദർ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, അതിന് ഏകദേശം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് മതിയാവും നോക്കി, വെയിറ്റ് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഇതായിട്ട് ഇവിടെ വെക്കാം. നമുക്ക് ഈ ഒരു എൻജാൻറ്റ് സെക്ഷനൊക്കെ ഇപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നോക്കാം. ഇവിടുന്ന് L ഷേപ്പില്ല, ഇങ്ങോട്ടായിരുന്നു ഒരു മിനിറ്റ്, ഇങ്ങോട്ടായിരുന്നു തോന്നും. ഇവിടെ ഹോപ്പർ അങ്ങോട്ടിരിക്കും. ഹോപ്പർ ഇവിടുന്ന് ആ സൈഡിലോട്ട് ഹോപ്പർ വെക്കണം. എന്നിട്ട് ഇവിടുന്ന് മറ്റേ 2 ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ട് 2 ചെസ്റ്റ് വേണം. ചെസ്റ്റ് ഇല്ലേ? ചെസ്റ്റ് അതിൽ 2 എണ്ണം കൊണ്ട് ഇവിടെ ഒരെണ്ണം ഡബിൾ ചെസ്റ്റ് ആക്കി വെക്കണം. എന്നിട്ട് ഇവിടെ ചെസ്റ്റ് വെക്കണ്ട, ചുമ്മാ ഇറങ്ങി വയ്ക്കാനായിട്ട് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി. അത് മൂടി വെക്കാം, നീ കയറ്റേ. ആൻഡ് ഇതിൻ്റെ മണ്ടയ്ക്ക് ഒരു ഫെൻസ് വെക്കണമല്ലോ, ഇരിക്കുന്നില്ലേ? അത് ഓപ്പൺ ആയി വരും. അത് കുഴപ്പമില്ല. അപ്പുറത്ത് ഒരു മിനിറ്റ്, പുതിയ ഐഡിയ. ഏതാ എൻ്റെ ബുദ്ധി? ഇതങ്ങ് പൊട്ടിച്ചെടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഒരു പ്രഷർ പ്ലേറ്റ് വെക്കണം. ഓക്കെ, പ്രഷർ പ്ലേറ്റ് അതിൻ്റെ മണ്ടയ്ക്ക് കൊണ്ട് വെക്കുക. ആൻഡ് എന്തായിരുന്നു ഇനി എന്താ വേണ്ടേ? നമുക്കിനി ആ മണ്ടാശത്ത് ഇനിയും കുറച്ച് സാധനം വേണമല്ലേ? കേസ് ആ ബാക്ക് സൈഡ് ഞാൻ ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അത് കറക്റ്റ് ഇങ്ങനെ നോക്കി ചെയ്യട്ടെ, ഒരു മിനിറ്റ്. അപ്പോൾ കേസ് അതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു 3 ബ്ലോക്ക് വെച്ചു, അതിൻ്റെ താഴെയും ബ്ലോക്ക് വെച്ചു. അപ്പോൾ കഴിച്ച് ഇനി 2 സാധനം കൂടെ വേണം. ഈ ഒരു ബക്കറ്റ് വെള്ളം കൂടെ വേണം, പിന്നെ ഒരു ബക്കറ്റ് മറ്റേ ഫിഷ് വേണം. ഒരു ഫിഷിനെ കൊണ്ടുവരണം, എന്നാലും ഇത് വർക്കാകത്തുള്ളൂ. അപ്പോൾ ഞാൻ അതൊന്ന് എടുത്തിട്ട് വരട്ടെ. അപ്പോൾ കഴിച്ച് ഞാൻ പോയി അതെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഒരു ബക്കറ്റ് ഫിഷ്, ഒരു ബക്കറ്റ് വെള്ളം, അത് രണ്ടും നമുക്ക് ആവശ്യമുള്ളതാണ്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം അങ്ങനെ ചെയ്യുന്നത്. നമ്മളിങ്ങോട്ട് വരിക, ഇവിടെ വന്നിട്ട് ഒരു ബ്ലോക്ക് വെച്ച് മേളിട്ട് കയറാൻ പറ്റുമല്ലേ? ഓക്കെ, ഇങ്ങോട്ട് മേളിട്ട് കയറുക. എന്നിട്ട് ഒന്നുകൂടെ കയറാൻ പറ്റില്ല. ആക്സ് വേണ്ട, എനിക്ക് വെയിറ്റ് പറ്റില്ല. ഇത് മണ്ടാശം പൊടിച്ചോളാണ്. ഇത് ഞാൻ പിന്നെ ഫിക്സ് ചെയ്തോളാം. ഇപ്പം നമുക്ക് XP ആണ് മുഖ്യം. ബേസ് നമുക്ക് പിന്നെ സെറ്റ് ചെയ്യാം. പൊട്ടിപ്പോ. അപ്പോൾ ഇവിടെ ഇത്ര ഞാൻ പൊട്ടിച്ചോളാം ചോദിച്ചാൽ എൻ്റെ മണ്ടയ്ക്ക് കയറിയിരിക്കണം. അതിനൊരു പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ. വെയിറ്റ് ചെയ്യാൻ പറ്റുക. ഈ ഫിഷിന് പിന്നെ ഇതിനകത്തിടുക. എന്നിട്ട് ഇത് വാട്ടർ ലോഗ് ചെയ്യുക. ഈ ഒരു ചെസ്റ്റ് നമുക്ക് വാട്ടർ ലോഗ് ചെയ്യുക. ഈ ചെസ്റ്റ് വെച്ച് ഞാൻ കാണിച്ചില്ല, ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നു പോയതാണ്. അപ്പം ആ ഒരു ചെസ്റ്റ് അവിടെ ഇങ്ങനെ വെച്ചാൽ മതി, കണ്ട. എന്നിട്ട് അത് വാട്ടർ ലോഗ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാണിച്ചു തരാം ചെയ്യുന്നതാണ്. വെയിറ്റ്, ഇനി സംഭവമില്ല. നമുക്കിനി ആ ബ്ലോക്ക് വെച്ച് ഇവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടാക്കണം. ഇവിടെ നിന്നിട്ടാണ് നമ്മൾ അങ്ങോട്ട് മറ്റേ ഫിഷിങ് ചെയ്യുന്നത്. അപ്പം കുറേ എൻജാൻറ്റ് ബുക്ക് സാധനങ്ങളൊക്കെ കിട്ടും. എടാ, അവൻ താഴെ വന്നടാ, കുഴപ്പമില്ല. അപ്പോൾ കഴിച്ച് ഞാൻ അവനെ ഒന്ന് ഡീൽ ചെയ്യട്ടെ, ഒരു മിനിറ്റ്. അപ്പോൾ കഴിച്ച് ഞാൻ അവനെ ഡീൽ ചെയ്ത് എത്ര നോക്കിയിട്ടോ മേലോട്ട് വരുന്നില്ല. ഞാൻ ലസ് തല്ലി കൊന്നു, പോട്ട്. അപ്പോൾ കഴിച്ച് ഇനി നമുക്ക് ഇവിടുന്ന് ആ ഒരു ബ്ലോക്ക് വരെ നമുക്ക് ഒരു ബ്ലോക്ക് വെക്കാം. ഇങ്ങനെ വെച്ചിട്ട് ബാക്കി നമുക്ക് പൊട്ടിച്ചളഞ്ഞാൽ മതി. ഇതായിരിക്കും ബെറ്റർ. ഓക്കെ, ഒരു ബ്ലോക്ക് കൂടെ. ഓക്കെ, ഇത് കറക്റ്റ് ഇതാണ് ബ്ലോക്ക്. വെയിറ്റ്, ബാക്കി ഇത് ഇത്രയും പൊട്ടിച്ചളഞ്ഞേക്ക്. അതൊന്നും ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. അത് പൊട്ടിച്ചളഞ്ഞേക്ക്. പക്ഷെ നമ്മളിവിടെയാണ് നിൽക്കാൻ പോകുന്നത്. വെയിറ്റ്, ഞാൻ കാണിച്ചു തരാം. ഇനി ഒരു ബ്ലോക്ക് ഇവിടെ, എന്നിട്ട് വെയിറ്റ്, അത് പൊട്ടിച്ച് വേണ്ട. അങ്ങനെയല്ല, ഒരു ഫുൾ ബ്ലോക്ക് ഇവിടെ വെച്ചിട്ട് ഇനി ഒരു സ്ലാബ് ഇവിടെ ചുറ്റും വെച്ചാൽ മതി. ഇവിടെ 2 സൈഡിൽ
സ്ലാബ് വെച്ചിട്ട് ഈ ബ്ലോക്ക് അങ്ങ് പൊടിച്ച് കളഞ്ഞാൽ മതി. അങ്ങനെയാണെന്ന് തോന്നുന്നു, ഐ തിങ്ക്. ഇങ്ങനെ തന്നെ. ഓക്കെ, പെർഫെക്റ്റ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഓക്കെ, സെറ്റ്. ഇങ്ങനെയാണ് ആ ഒരു ഫിഷ് ഫാം. നമ്മുടെ ഫിഷ് ഫാം ഏകദേശം സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടെ ട്രാപ്പ് ഡോർ വെക്കണം. ഇത് വർക്കാക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഒരു ഫിഷിംഗ് റോഡ് ഇല്ലല്ലോ എൻ്റെ കയ്യിലില്ലേ. ഓക്കെ, സെറ്റ്. പക്ഷേ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഉള്ളൂ നമ്മുടെ പരിപാടി. നമ്മുടെ ഈ മൈൻക്രാഫ്റ്റ് ഒരു വേൾഡിൻ്റെ സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. നമുക്ക് എൻചാൻറ്റ്മെൻ്റ് എല്ലാം കിട്ടും, XP കിട്ടും, ഫുഡ് കിട്ടും. ആ ഒരു കോഡ് ഫിഷ് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടും, കുറേ കിട്ടും. കോഡ് സാൽമണാന്ന് തോന്നുന്നു, രണ്ടും കൂടെ കിട്ടും. അപ്പം നമുക്ക് അത് കുക്ക് ചെയ്ത് കഴിക്കാം. അപ്പം ദിസ് എ ബെറ്റർ വേ. എൻ്റെ കൈസ അത് വർക്കാക്കണമെങ്കിൽ നമുക്കിനി ഫിഷിംഗ് റോഡ് ഇനി 2 സ്ട്രിങ് മോസ്റ്റ്ലി 2 സ്ട്രിങ്ങിങ് ആയോ. ഓക്കെ, സ്റ്റിക്കുണ്ടോ ഇവിടെ? സ്റ്റിക്കില്ല, പ്ലാങ്കില്ല. ഞാൻ സ്റ്റിക്കിനൊക്കെ കിടന്ന് ഓടുന്നു. ഞാൻ എല്ലാം ട്രേഡ് ചെയ്തെന്ന് തോന്നുന്നു. അതെ, ഇതിനകത്തുണ്ട്. അറിയാ. അപ്പോൾ ഗൈസ് നമുക്കൊരു ഫിഷിംഗ് റോഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അതുകൂടെ ട്രൈ ചെയ്യാം. ഇത് വർക്കാവും. ഞാൻ ഇന്ന് വർക്ക് ചെയ്ത് കാണിപ്പിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ, പേടിയണ്ട. ഗൈസ് ഇത് കൊണ്ട് ചെല്ലുന്നു, അവിടെ ചെന്ന് നിൽക്കുന്നു. നമ്മളിപ്പം മറ്റേ എൻചാൻറ്റ് ബുക്കൊക്കെ ഇപ്പം അങ്ങ് വലിച്ചെടുക്കുന്നു. ഇപ്പോൾ കാണിച്ചിട്ടാണ്. ഗൈസ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ചെസ്റ്റിൻ്റെയും ഈ ഒരു സ്ലാബിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിൽ ആ ചെസ്റ്റിൻ്റെ ആ ഒരു ഇതിൽ മുട്ടല്ലേ, നമ്മൾ ആ സ്ലാബിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ കൊണ്ടുവച്ച് അതങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് വർക്കാകാൻ അങ്ങനെ തന്നെയാണല്ലോ. എന്തോ പറ്റി, എനിക്കൊരു മിനിറ്റ് താഴോട്ട് വെച്ചിട്ട് വർക്കാകുന്നില്ല. എന്തോ പറ്റി, അപ്പോൾ എന്തോ പറ്റിയിട്ടുണ്ട്. ഞാൻ പോയി നോക്കിയിട്ടെ. അപ്പോൾ കൈസ് എനിക്ക് ചെറിയൊരു മണ്ടത്തരം പറ്റി. നമുക്ക് ആ ഒരു അയൺ ട്രാപ്പ് ഡോറാണ് വെക്കണ്ടേ, വുഡല്ല. അപ്പോൾ കൈസ് അതുണ്ടോ ഉണ്ടാക്കിയേക്കാം. എൻ്റെ അയൺ കാണുമോ ഇനി ട്രാപ്പ് ഡോറിൻ്റെ ഒരു ഉണ്ട്. അയൺ ട്രാപ്പ് ഡോർ നമുക്ക് ഇതായിരുന്നു വെക്കണ്ടേ. നമുക്ക് ആ ഒരു വുഡ് വെച്ച് കഴിഞ്ഞത് വർക്കാവില്ല. അതാണ് ഞാൻ ഓർത്തത്. എന്തോ മിസ്റ്റേക്ക് പറ്റി, വർക്കാവേണ്ടതാണത്. ഇതങ്ങ് പൊട്ടിച്ച് മാറ്റിയാൽ പൊട്ടു. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമുക്ക് ആ ഒരു അയൺ ട്രാപ്പ് ഡോർ നേരെ ഈ സൈഡിലോട്ട് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇനി ആ ഒരു ഫിഷിംഗ് റോഡ് എടുത്ത് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കല്ല, ആ സ്ലാബിൻ്റെ സൈഡിൽ വേണം ഇരിക്കാൻ. ആ ഒരു സ്ലാബിൻ്റെ സൈഡിലോട്ട് ട്രാപ്പ് ഡോർ. അപ്പോൾ ഇത് പറ്റി, എന്തോ പറ്റി, ഇത് തിരിഞ്ഞിരിക്കുന്നത് തോന്നുന്നു ഒരു എൻ്റെ. അപ്പോൾ ഈ സൈഡിലോട്ടാണ് വെക്കേണ്ടത്. ഓക്കെ, ഇനി ഇരിക്കാം വെച്ചോട്ട്. അപ്പോൾ ഇനി ഒന്നുകൂടെ കറിയുന്നുണ്ട്, ചെയ്ത് നോക്കാം. വർക്കാവേണ്ടതാണ്, തോണ വർക്കാവും, പേടിക്കത്. പ്ലീസ്. ഇനി ആ ഫിഷിംഗ് റോഡ് എടുത്ത് അതിൻ്റെ കറക്റ്റ് സൈഡിൽ പിടിച്ച് കട്ട വർക്കായി. ഏതാ ഇപ്പം പിടിച്ച് കാണിക്കാം ഫിഷിനെ. നമുക്കിപ്പോൾ ഇവിടുന്ന് നമ്മളത് ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഈ സൈഡിൽ നമ്മൾ അത് ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്ന് ഇപ്പോൾ ഫിഷ് വരും മണ്ടയ്ക്ക്. അത് കണ്ട കിട്ടി, കോഡ് കിട്ടി. ഏയ് അപ്പോൾ കഴിച്ച് ഇത് വർക്കിംഗ് ആണ്. അപ്പോൾ കഴിച്ച് നിങ്ങൾ ആ ഒരു ഓട്ടോ ക്ലിക്കർ ഡൗൺലോഡ് ചെയ്തിട്ട് അവിടെ കൊണ്ടുവച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ ഫോൺ വീട്ടിൽ മാറ്റി വെച്ച് ചാർജ് ചെയ്യാനോ അങ്ങനെ ഇട്ടാൽ മതി. അപ്പം വേറെ പണിയൊന്നുമില്ല, ഇത് ഇത്രേ ഉള്ളൂ. ഏതാ ഇനിയിപ്പം നമുക്ക് വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും നമ്മുടെ ഗെയിം പ്ലേയിലല്ല, നമ്മുടെ ഈ ഒരു വേൾഡിൽ. നമുക്ക് എൻചാൻറ്റ്മെൻറ്റിന് XPയും കാര്യങ്ങൾ കിട്ടും, കുറേ ബുക്ക് കിട്ടും, നമുക്ക് ആ മെൻഡിങ് ഉള്ള സാധനങ്ങളൊക്കെ ഉള്ള ബോ കിട്ടും. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. ഞാൻ അതുകൊണ്ടാണ് നമ്മുടെ ആ ഒരു ട്രേഡിങ് സെക്ഷനകത്ത് ഞാൻ ആ ഒരു പവർ 5ഉം അതൊന്ന് ആഡ് ചെയ്യാൻ കാര്യം അത് തന്നെയാണ്. നമുക്ക് ഈ ഒരു ഓട്ടോമാറ്റിക് ഫിഷ് ഫാം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് AFK എന്നായി നമുക്ക് ആ മെൻഡിങ് ഉള്ള ഇൻഫിനിറ്റി ബോയ് എല്ലാം കിട്ടും. അപ്പം നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഗൈസ് ഞാൻ കുറച്ച് നേരം അതിനകത്തൊന്ന് AFK നിന്ന് എന്തൊക്കെ സാധനങ്ങൾ കിട്ടിയെന്ന് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഞാൻ കുറച്ച് നേരം AFK നിന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ലെവൽ കണ്ടാൽ അറിയാം, 17 ലെവൽ കിട്ടി. അപ്പം ഇതിനകത്ത് എന്തൊക്കെ കിട്ടി, ഇതൊക്കെ 3 തൂക്കിരിപ്പുണ്ട്. ഒരു പ്രൊട്ടക്ഷൻ 3, എഫിഷ്യൻസി 4, പവർ 4. ഏതാ അതൊക്കെ അത്രേ ഉള്ളൂ. ഗൈസ് നമുക്ക് ആ ഷെല്ലും നെയിം ടാഗൊക്കെ കിട്ടും എന്നാണ് എൻ്റെ. നെയിം ടാഗ് കിട്ടും, അതും കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. അത് നമുക്ക് കുറച്ച് നേരം കൂടെ നിൽക്കുമ്പോൾ കിട്ടുമായിരിക്കും. നമുക്ക് എന്തായാലും 3 ബുക്ക് കിട്ടി. ഇതിനകത്തൊരു ബോ, പവർ 3 ബോ, ലോക്ക് ഓഫ് ദ സീ, കേസ് ഓഫ് വാനിഷിങ്, അത് കുഴപ്പമില്ല. അത് നമുക്കിനി തൊട്ട് അതിട്ടാൽ മതി. അപ്പോൾ അതിടുമ്പോൾ നമുക്ക് ആ ഒരു മെൻഡിങ് ഉള്ളതുകൊണ്ട് തന്നെ മെൻറ്റ് ആയിക്കോളും. നമുക്കിതോട്ട് 2 കൂടെ കമ്പൈൻ ചെയ്താലും അയ്യോ ഞാൻ എന്തിനാ കമ്പൈൻ ചെയ്തത്? ഇതിനകത്ത് മെൻഡിങ് ഉണ്ടായിരുന്നില്ല, ഞാൻ മറന്നുപോയി. മെൻഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ ലൈഫായാലും മതി. നമുക്ക് ഈ XP കിട്ടുന്നത് കൊണ്ട് തന്നെ ഈ റോഡ് നമുക്ക് ഹീലാവും.
അതിൻ്റെ ലൈഫ് ഫുള്ള് കൂടും. അപ്പം ഗൈസ് നമുക്ക് ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു റോഡ് വെച്ച് നമുക്ക് കുറച്ചുകൂടെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ അങ്ങ് നിന്നാൽ മതി. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഞാൻ കുറച്ച് ആർമറും കാര്യങ്ങളും സെറ്റ് ചെയ്യാം. ഐ തിങ്ക് നമുക്ക് എൻ്റെ ആ ഒരു സിൽക്ക് ടച്ചുള്ള പിക്കാക്സ് പോയത് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. അപ്പം അതൊന്ന് ശരിയാക്കണം. അതിന് നല്ല ലെവലിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഫോർച്യൂണിനകത്തോട്ട് ആ ഒരു എഫിഷ്യൻസി 5 കൂടെ ആഡ് ചെയ്യണം. ഇടയ്ക്ക് ഇങ്ങനെ പ്രശ്നം വരും ഈ ഫിഷ് ഫാമിൽ. അപ്പം നമുക്ക് ഒന്നുകൂടെ ചേഞ്ച് ചെയ്തിട്ട് ആ സ്ഥലത്ത് തന്നെ പിന്നെ വെച്ചാൽ മതി. അപ്പോൾ ഗൈസ് ഞാൻ കുറച്ച് നേരം കൂടെ ഇവിടെ വന്ന് AFK നിന്ന് ഇതൊക്കെ കിട്ടിയതുണ്ട്. പ്രൊട്ടക്ഷൻ 3, പവർ 4, എഫിഷ്യൻസി 5, പ്രൊട്ടക്ഷൻ 3, 2 പ്രൊട്ടക്ഷൻ 3, പിന്നെ ഇത്രയധികം ബോ കിട്ടി. അതിൽ പിന്നെ ആ നെയിം ടാഗ് കിട്ടിയായിരുന്നു ഞാൻ കാണിച്ചായിരുന്നു. ഈ ഫ്ലെയിം, അൺബ്രേക്കിംഗ്, പവർ 4. പക്ഷേ അതിനകത്ത് ഇതുണ്ട് അൺബ്രേക്കിംഗ് 3, പവർ 3, ഫ്ലെയിം, പവർ 3, മെൻഡിങ് ഉള്ളത് നല്ലത്. അപ്പോൾ നമുക്ക് ഇത് 3 കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ബോ കിട്ടും. പിന്നെ നമുക്ക് കിട്ടുന്നതനുസരിച്ച് ഈ ബോ മാറ്റാം. പിന്നെ ഗൈസ് ഈ സാധനം നമുക്ക് ആ ഒരു ഗ്യാൻസ്റ്റോണിനകത്തിട്ട് ഡിസെൻചാർജ് ചെയ്താലും നമുക്ക് നല്ല XP കിട്ടും. അത് നല്ല കാര്യം. നമുക്ക് ആവശ്യമില്ലാത്ത ബോ എല്ലാം അങ്ങനെ ചെയ്താലും മതി. ഇത് രണ്ടും കൂടെ 9 അതൊന്നും പറ്റില്ല. അൺബ്രേക്കിംഗ്, പവർ 3, ഓക്കെ. പവറും ഫ്ലെയിം ഇരിപ്പുണ്ട്. അപ്പോൾ അൺബ്രേക്കിംഗ് കൂടെ ആഡ് ചെയ്യണം. കുഴപ്പമില്ല, എങ്ങനെയായാലും പിന്നെ ഓക്കെ. ഇതങ്ങ് മൈൻസ്. അപ്പോൾ ഗൈസ് ഫുള്ള് കിട്ടിയ ലെവൽ ഫുള്ളും പോയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്കൊരു ഗോഡ് ബോ കിട്ടി. മെൻഡിങ് ഉള്ളതുകൊണ്ട് നല്ല കാര്യം. അപ്പോൾ ഗൈസ് അപ്പോൾ അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറേ വെപ്പൺസ് ഉണ്ടാക്കാം. വെപ്പണെല്ലാം നമുക്ക് ഫുൾ എൻചാൻറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഇമ്മറിനെ ശരിക്ക് ട്രേഡ് ചെയ്ത് കുറേ എമറാൾഡ് മേടിച്ച് ഈ ബുക്കെല്ലാം ഇതിലോട്ട് ആഡ് ചെയ്യണമെങ്കിൽ XP കിട്ടാൻ വേണ്ടി നമുക്ക് അവിടെ പോയി AFK നിന്നാൽ മതി. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഞാൻ മിക്കവാറും ഒരു മോപ്പ് ഫാം കൂടെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, XPക്ക് വേണ്ടി മാത്രം. അത് ഇച്ചിരി കൂടെ നല്ലതാണ്. ഇതിൽ നമുക്ക് കുറച്ചേരം AFK നിൽക്കാം, അതിൽ ചുമ്മാ നിന്ന് എടുത്താൽ മതി. അപ്പം അതും കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ കടലിൽ ഉണ്ടാക്കണമെന്നുണ്ട്. അപ്പം നമുക്ക് അടുത്ത് ചിലപ്പോൾ അതായിരിക്കും അടുത്ത വീഡിയോ. അപ്പോൾ ഗൈസ് ഞാൻ കുറച്ച് നേരം കൂടെ AFK നിന്ന് പ്രൊട്ടക്ഷൻ 4 ജസ്റ്റ് ഫോർച്യൂണിനകത്തും സിൽക്ക് ടച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിനകത്തെല്ലാം എഫിഷ്യൻസി 5 ആഡ് ചെയ്ത് ഞാൻ കഴിച്ച് കുറച്ച് നേരം ടൈം എടുത്ത്. പിന്നെ കഴിച്ച് ഈ അൺബ്രേക്കിംഗ് കൂടെ സിൽക്ക് ടച്ചിനകത്ത് ആഡ് ചെയ്യാം. രണ്ടിനകത്ത് എഫിഷ്യൻസി 5 ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം കുറച്ച് ടൈം എടുത്തെങ്കിലും കുഴപ്പമില്ല. എൻ്റെ പിക്കാക്സിഡൻ്റ് തിരിച്ച് കിട്ടി, അത്ര തന്നെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അപ്പോൾ ബൈ.